Hello guys, welcome back to another video of Betakaran Vlog. It's me, your one and only favorite Betakaran again with an additional video, but after a long break. Sorry for guys. I don't know what it is happened to me. Is or evil eye. അതോ എൻ്റെ മടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നുകൊണ്ട് വന്നേക്കണം കിടില സാധനമാണ്. ഞാനൊരു പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. എന്തായാലും ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ JBLൻ്റെ ട്യൂൺ 770 NC ലൈവ്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഹെഡ്സെറ്റ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് എന്ന് പറഞ്ഞു തരാം നമ്മളെ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് വീഡിയോ ഇട്ടുണ്ടാകും. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇതാണ് സാധനം, ഇതാണ് മുതൽ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ബോക്സിൽ തന്നെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പളകളാണ് അയ്യോ വേണ്ട, നമ്മുടെ സാധനം അല്ല കേട്ടോ, നമ്മൾ റിവ്യൂ ചെയ്യാൻ മേടിച്ചിട്ടാണ്. ദ സ്മെൽ ഓഫ് റിച്ച്നെസ്, എന്തോ ഒരു വേറെ ലെവൽ സാധനമുണ്ട്, വേറെ ലെവൽ ഫീൽ ഏറ്റവും പറയാൻ പറ്റില്ല. ഗൈസ്, നല്ലൊരു പ്രീമിയം പൗച്ച് തന്നെ അതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് വിത്ത് JBL ബാഡ്ജിങ്ങും. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ ഒരു ചാർജർ, USB ചാർജറും, പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ആണെങ്കിൽ അതിന് ചാർജ് കണക്ട് ചെയ്യാവുന്ന കണക്ഷൻ കേബിളും കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്കാണ് തന്നിട്ടുള്ളത്, വയേർഡ് ആയിട്ടുള്ള കേബിൾ തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ ചാർജർ അതിൻ്റെ ഒപ്പം തന്നെ തന്നിട്ടുണ്ട്, USB കേബിൾ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഉള്ളൊരു പൗച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനൊപ്പം വന്നിട്ടുള്ള സാധനം. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് JBL 770 JBL Tune 770 Live NC, അതാണ് ഇതിൻ്റെ പേര്. ഇത്തിരി ലോങ് ആണ്, പക്ഷേ അടിപൊളി സാധനമാണ്. അപ്പോൾ ബ്ലൂടൂത്ത് വെർഷൻ V5.3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്, അങ്ങ് നല്ല അത്യാവശ്യം ഒരു ലെങ്ത് വരെ കിട്ടുന്നുണ്ട്, നല്ല അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കേപ്പബിലിറ്റി ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അവിടെ താഴെ തന്നെ, ബോക്സിൻ്റെ അവിടെ തന്നെ. പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവല് നോയിസ് ക്യാൻസലേഷനാണ്. എസ്പെഷ്യലി ഇത് ഹെൽപ്ഫുൾ ആവുന്നത് നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ട്രാവലൊക്കെ ചെയ്യണ സമയത്താണ് നോയിസ് ക്യാൻസലേഷൻ്റെ കളി അവിടെ വരുന്നത്. ANC എന്ന് പറഞ്ഞ സാധനം ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളത് മാത്രമേ കയറും, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ചുറ്റും പുറമുള്ള ഒന്നും കേൾക്കാൻ പറ്റില്ല. നമ്മൾ പ്ലേ ചെയ്യണ വീഡിയോ, സോങ്, ഇതല്ലാണ്ടൊരു സാധനം കയറി വരില്ല മക്കളെ. വേറെ ലെവലിൽ പെർഫോമൻസാണ് ANC അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. JBLൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ മേളിൽ കാണാം. പിന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ JBL ലൈവിൻ്റെ ലൈവ് എന്നുള്ളതിൻ്റെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും JBL ലൈവിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു മെറ്റാലിക് ഫിനിഷിൽ പോലെ ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളറേഷനാണ്, നമുക്ക് യൂസ് ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. നല്ല കുഷൻ ഉണ്ട് കേട്ടോ, നല്ല സ്മൂത്ത് കുഷൻസാണ്. പിന്നെ ഇതാണ് നമ്മുടെ 760 NC എൻ്റെ ഫസ്റ്റ് ഹെഡ്സെറ്റ്. ഇത് നമ്മുടെ 770 NC. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ മേടിച്ചത്. 760 ആണ് ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ 760ക്ക് ഒരു ഗ്ലോസി ഫിനിഷാണ്, ഇതിനൊരു മാറ്റ് ഫിനിഷാണ്. പിന്നെ അതിനേക്കാളും ഫീച്ചേഴ്സ് വൈസ് ഇത് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, വേറെ ലെവൽ പെർഫോമൻസ്. കാരണം 760ൽ ടച്ച് സെൻസിങ് ഒന്നുമില്ല, ഇതിനകത്ത് ടച്ച് സെൻസിങ് അടക്കം എല്ലാം വരുന്നുണ്ട്. പിന്നെ 50 hour ബാറ്ററി അവറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, എല്ലാം കൊണ്ടും വാല്യൂ ഫോർ ദ മണി. പിന്നെ കുഷനൊക്കെ നല്ല സ്മൂത്താണ്, കൊള്ളാം, നൈസാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. അതിൻ്റെ കാശ് കൊടുത്ത് മേടിച്ചേക്കുന്ന ഉള്ള സാധനമുണ്ട്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കിത് മെയിൻലി നല്ല നൈസായിട്ട് യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ്. അപ്പോൾ മെയിൻലി നമുക്ക് സിറ്റിയിലൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ട്രാഫിക് ക്രോസ് ചെയ്യുന്നിടത്ത് നമുക്ക് നൈസായിട്ട് റിമൂവ് ചെയ്ത് വയ്ക്കാം, സുഖമായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ചിൻ മൂവ്മെൻറ്റ്സ് തടയാൻ വേണ്ടി നമുക്കിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ 2-3 ഫോട്ടോസ് കാണിച്ചു തരാം, നല്ല നൈസായിട്ട് ഇടാം, നല്ല വൈബായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇത് വെക്കണമെങ്കിൽ 2 കൈ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റിന് ഇതിൻ്റെ അവിടെ പവർ സ്വിച്ചായിട്ട് കൊടുത്തേക്കണേ ഈ സ്വൈപ്പ് ബട്ടണാണ്. ഇത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, അതിനകത്ത് ഇത് ഓൺ ആയതാണ്. പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് ഓപ്ഷൻ വഴി നമുക്കിത് ഓൺ ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡിൽ പ്ലസ് ബട്ടൺ, മൈനസ് ബട്ടൺ, പോസ്, പിന്നെ നമ്മുടെ വയർ കണക്ട് ചെയ്യാനുള്ള 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഇതും, പിന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ USB ചാർജിങ് പോർട്ടും നമുക്ക് കാണാം. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഒരു മൂവി കണ്ടു നോക്കാം എങ്ങനെയാണ്. ഇത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഐഫോണിൽ പെട്ടെന്നാവുന്നുണ്ട്, ആൻഡ്രോയിഡിൽ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സിനിമ കണ്ടു നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ.
അത്രയും കണ്ടാൽ മതി, അല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അത് എൻ്റെ അത്ര സൂചിക്കണ്ട. അപ്പോൾ നമുക്കൊരു പാട്ടും കൂടെ കേൾക്കാം. ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ എല്ലാം കൂടെ കണ്ട് എൻജോയ് ചെയ്തിരിക്കല്ലേ. കോപ്പിറൈറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനകത്ത് മൂവി കണ്ടു, പിന്നെ സോങ് കണ്ടു, പിന്നെ ഞാൻ ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും വാല്യൂ ഫോർ മണി എന്ന ഐറ്റം തന്നെയാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ കാശ് കൊടുത്ത സാധനത്തിനുള്ള മുതൽ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടിയുണ്ട്. ഞാനൊരു ഫുൾ റിവ്യൂ തന്നെ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കമ്പാരിസനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ ടിൽ ദെൻ, വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് പേട്ടക്കാരൻ സൈനിങ് ഓഫ്. See you guys. Bye.